ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മൈൻക്രാഫ്റ്റിൽ ഞങ്ങളിന്ന് ബക്രോപ്പ് സെർവറിലാണ് വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോയുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റോറേജ് ഹൗസ് ഉണ്ടാക്കണമെന്നാണ്. സോ എന്തായാലും നമുക്ക് ഒട്ടും സമയം വേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ മുഴുവനും കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുണ്ടാക്കിയ ഷിപ്പാണ് അത് അവിടെ ഉള്ളത്. സോ നിങ്ങൾ ഈ ഷിപ്പ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ഷിപ്പിനെ ഉണ്ടാക്കിയത്. സോ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സ്റ്റോറേജ് ഹൗസ് കെട്ടാനുള്ള സ്ഥലം നമ്മളിതാ വീടിൻ്റെ സൈഡ് ഭാഗത്ത് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലീനൊക്കെ ആക്കിക്കാണ്. സോ അതുപോലെ തന്നെ അതിന് വേണ്ടിയുള്ള റീസോഴ്സൊക്കെ ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ഈ മാംഗ്രോവിൻ്റെ വുഡും ഇതുപോലെ സ്പോർട്സിൻ്റെ വുഡ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ മാംഗ്രോവിൻ്റെ വുഡാണ് റൂഫായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് റേഡിയൻ്റ് ആയിക്കാണ്ട് ഇതിൻ്റെ മഡി റൂട്ട് എന്ന സാധനം ജസ്റ്റ് നോക്കുക. അതേപോലെ ഉണ്ടാക്കുന്ന വെച്ചാൽ ഈ മഡും അതേമാതിരി മാംഗ്രോവിൻ്റെ റൂട്ട് എടുത്തുകൊണ്ട് ജസ്റ്റ് വെച്ചാൽ തന്നെ ഇത് മാംഗ്രോവ് മഡി റൂട്ട് കിട്ടും. ഈ മട്ടോടെയും ഇതിൻ്റെ റൂട്ട് വെച്ചാൽ തന്നെ മട്ടി മാംഗ്രോവ് റൂട്ട് കിട്ടും. സോ ഇത് വെച്ചാണ് നമ്മൾ റൂഫ് ഉണ്ടാക്കുന്നത്. റൂഫിൻ്റെ ഗ്രേഡ് ആയിക്കാണ്ട് ഇങ്ങനെ റൂഫ് ഉണ്ടാക്കേണ്ടത് മാംഗ്രോവിൻ്റെ ചെയർ കൊണ്ടാണ്. സോ നമുക്ക് എന്തായാലും അതുകൊണ്ട് കുറച്ച് ബേസ് കെട്ടിക്കാണ്ട് ഞാൻ എന്തായാലും എനിക്ക് കാണിച്ചു തരാം. അതേമാതിരി വല്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനൊരു അപ്ഡേറ്റും തരാം. സോ നമ്മളങ്ങനെ കെട്ടിയിട്ടുണ്ട്. സോ ചെറിയൊരു അപ്ഡേറ്റ് അറിയിച്ചു ഇതിൻ്റെ റൂഫ് എങ്ങനെ വരും എന്നുള്ളത്. സോ ഇതിൻ്റെ റൂഫിന് നമ്മൾ ആദ്യം ഇതിൻ്റെ റൂട്ട് കൊണ്ട് ഇവിടെ ഒരു നോക്കുക. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇവിടെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഫ്രണ്ടിൽ ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കണം. കയ്യിലും പൊക്കട്ടെ ഉണ്ട് കുറച്ച്. അതിപ്പോൾ ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കുക. അതിൻ്റെ മേലേക്ക് വീണ്ടും റൂട്ടിൻ്റെ അത് വെച്ചിട്ട് വീണ്ടും ടെമ്പററി ബ്ലോക്ക് വെക്കുക. പിന്നെ കഴിഞ്ഞിട്ട് വീണ്ടും റൂട്ട് പിന്നെ ഒന്നും കൂടി വെച്ചിട്ട് അതിന് വേണ്ടി റൂട്ട് വെക്കുക. സോ പിന്നെ അതിൻ്റെ സൈഡ് കഴിക്കാൻ നമ്മളെ മാംഗ്രോവിൻ്റെ ഈ സ്റ്റെയറുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വെക്കുക. അതൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ഏറ്റവും മേലെ ഒന്ന് പിന്നെ ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാം. കുറച്ചും കൂടി നീട്ടിയിട്ട് ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കുറച്ച് വീട്ടിൽ നിങ്ങളുടെ കാണിച്ചു തരാം. സോ ഏകദേശം റൂഫിൻ്റെ ടീം ഇതുപോലെ വരും. സോ ഇത് ഫുള്ളായിക്കൊണ്ട് കെട്ടിക്കാണ്ട് ഞാൻ എന്തായാലും എനിക്ക് അപ്ഡേറ്റ് തരാം. സോ ഫൈനലി നമ്മുടെ ബിൽഡിങ് ഇതവിടെ തീർത്തിട്ടുണ്ട്. സോ ഇതാണ് ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്കല്ല, ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോയി കാണുന്നത് ഇങ്ങനെയാണ്. സോ ഇതിൻ്റെ സൈഡ് വ്യൂ അതെങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ആകുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് ഡെക്കറേറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാ ബിൽഡും നമ്മുടെ ഫേസും ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെയുണ്ട്. വേറെ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ സ്റ്റോറേജ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. ഇതിനെ 3 ഭാഗമാണ് ഞാൻ ആക്കിയിട്ടുണ്ട്. അത് നമ്മുടെ നാച്ചുറലിന് അടിയത്തിലെ ലോഗ്, ഏറ്റവും മേലെ പ്ലാനിങ്ങും സ്റ്റെയറും അങ്ങനത്തെ ഉള്ളത്. ഏറ്റവും മേലെ നാച്ചുറലിന് കിട്ടുന്ന ബാക്കി സീഡും ഫ്ലവറൊക്കെ ആയിക്കൊണ്ടുള്ളതും. പിന്നെ അതുപോലെ ഇപ്പുറത്ത് വന്നാൽ ഇവിടെ മൈനിങ്ങിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഏറ്റവും അടിയിലാണെങ്കിൽ മൈൻ ചെയ്ത് കിട്ടുന്ന സ്റ്റോണും ഡയറക്റ്റൊക്കെ വെച്ചിരിക്കണേ. പിന്നെ അതിന് മേലെ ഡയറക്റ്റ് സാൻഡ് ഗ്രാവല് അങ്ങനത്തെ സാധനങ്ങളും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലേക്കാണ് ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ഫ്ലവേഴ്സും ബ്രിക്കൊക്കെ വെച്ചിരിക്കണം. ഏറ്റവും താഴത്തിലാണെങ്കിൽ സ്റ്റേഴ്സും സ്ലാബൊക്കെ സ്റ്റോണിൻ്റെ ഒക്കെ വെച്ചിരിക്കണം. അതുപോലെ ഇതിൻ്റെ ഏറ്റവും മേലെ ആണെങ്കിൽ നമുക്ക് മൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓവറാൾ ഇതോടെ വെച്ചിരിക്കണം.
ഈ സൈഡിൽ നമ്മൾ ഫുഡും മോബ് ഡ്രോപ്പുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എഗ്ഗ് വെച്ചിട്ടുണ്ട്. ഒരു മോബ് ഡ്രോപ്പും ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ വെച്ചാണ്. പിന്നെ ഏറ്റവും താഴത്താണെങ്കിൽ നമ്മൾ ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുള്ളത്. സോ അതിന് തൊട്ട് മേലെ മോബ് ഡ്രോപ്സോളം ഉള്ളത്. പിന്നെ ഇതിന് ഏറ്റവും മേലെ ഇപ്പോൾ ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് മോബ് ഡ്രോപ്പ് കൂടുതലുണ്ടെങ്കിൽ അവിടെ വെക്കാം. പിന്നെ ഇതിൻ്റെ മേലേക്ക് കയറിയാൽ ഈ സൈഡിലേക്ക് നമ്മൾ വാല്യുബിൾ ഐറ്റംസാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അയണം എംബ്രോയ്ഡ് ഉള്ളൂ. സോ അതുപോലെ ഈ സൈഡിലാണെങ്കിൽ അതിൻ്റെ നഗറ്റ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച്. അപ്പോൾ അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ എൻചാൻറ്റിങ് സ്റ്റേഷൻ കെട്ടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അതിനേക്കൊണ്ടുള്ള വേരൽ ലാപ്പീസും ബുക്കൊക്കെ കളക്ട് ചെയ്യേണ്ട നമ്മൾ. പിന്നെ അതുപോലെ തന്നെ താഴത്തേക്ക് ഇറങ്ങിയാൽ ഈ മൂലക്കലേക്ക് നമ്മൾ സ്റ്റോൺ കട്ടറും ക്രാഫ്റ്റ് ടാബിളും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ചെസ്റ്റിൽ നമ്മൾ ടൂൾസുകളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. സോ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതാകും കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് നമ്മുടെ പട്ടിക്കുട്ടികൾ. നമ്മൾ ഈ രണ്ടെണ്ണത്തിന് ടൈം ചെയ്താണ്. പിന്നെ അതിനെ പ്രിവർ ചെയ്തപ്പോൾ ഒരു പട്ടി കൂടി കിട്ടി. അത് വലുതായപ്പോൾ ഒരു പട്ടി. അങ്ങനെ നമ്മളിപ്പോൾ ടോട്ടൽ 3 ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ വുഡ് ഫാം ഇത് ഇവിടെ കഴിഞ്ഞു. നമുക്ക് വേണ്ട വുഡ് ഗ്രൈൻഡ് ചെയ്ത് ഇവിടെ നിന്ന് കഴിഞ്ഞു. അപ്പോൾ അതിനെ മാറ്റി നമ്മുടെ വീടിൻ്റെ ബാക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ പോയാലിതാ അത് ഇവിടെ നമ്മൾ ചെറിയ ഷീപ്പ് ഫാമും ടോപ്പ് ഫാമുണ്ട്. ടെമ്പററി അല്ല, അതുകൊണ്ട് മാറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈഡിലേക്കേണ്ടതാ നമ്മുടെ വുഡ് ഫാം നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇവിടെ കയറിക്കാണ്ട് ഇവിടെ ഒരു വുഡുണ്ട്. അതേമാതിരി ഇവിടെ ഒരു ട്രീ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ വുഡ് കളക്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ താഴെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. സജഷൻ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി പിന്നെ വരാം. ഓക്കെ, ബൈ.